ഹലോ, ഞാൻ റിജി. റിജോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സേസ് മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവായിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത് CST പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 4 ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്, ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ മിസ്സലേനിയസ് ടോപ്പിക്സിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞത്. 550 വരെ നമ്മൾ പറഞ്ഞു. 550 പറഞ്ഞുകൊണ്ടിരുന്ന ടൈമിൽ തന്നെ നമ്മുടെ മൈക്ക് ഓഫായി പോയിരുന്നു. പിന്നെ ലാസ്റ്റ് ഭാഗത്തും മൈക്ക് ഓഫായി പോയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് തന്നെ വീഡിയോ നല്ല രീതിയിൽ തന്നെ ചെയ്ത് അവസാനിപ്പിക്കാൻ പറ്റിയില്ല. നമ്മൾ കുറച്ചൊരു ടൈം പ്രതീക്ഷിച്ചിരുന്നു മൈക്കിലെ ചാർജും കാര്യങ്ങളൊക്കെ, പക്ഷെ അത് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ മൈക്ക് ഓഫായി പോയി. അതുകൊണ്ട് ഒരു പെർഫെക്റ്റ് ആയില്ല നമ്മുടെ വീഡിയോ. അപ്പം ഞാൻ ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും. എന്നാലും നമ്മുടെ വീഡിയോസൊക്കെ തുടർച്ച ചെയ്തുകൊണ്ട് നമ്മൾ പറയണമെന്നുള്ളൂ, കണ്ടിന്യൂ ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത്തരത്തിലുള്ള എന്താ പറയുക ഡ്രോബാക്സ് ഒക്കെ ദയവേത് ക്ഷമിക്കണം എന്നേ നമുക്ക് പറയാനാവുള്ളൂ. നമ്മൾ ഇനിയിപ്പോൾ 2 മണിക്കൂറത്തെ വീഡിയോ ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ കൂടുതൽ നമ്മൾ ചെയ്യുന്നില്ല, കാരണം നമ്മുടെ മൈക്ക് എന്താ പറയുക നമ്മൾ വിചാരിച്ച ടൈമിലല്ല, ചിലപ്പോൾ കുറച്ചും കൂടിയും നേരത്തെ ഓഫായി പോണൊരു അവസ്ഥയുണ്ട്. അപ്പോൾ കൂടുതൽ നമ്മൾ ടൈം പ്രതീക്ഷിച്ചൊക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്, പക്ഷെ അത്രയ്ക്കൊന്നും നമുക്ക് ചില ടൈമിൽ കിട്ടാറില്ല. അപ്പം അതുകൊണ്ട് ഈ വീഡിയോ നമ്മൾ 2 മണിക്കൂറാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ക്ലാസ് എടുക്കാറുണ്ട് വീഡിയോ ഒക്കെ. പക്ഷേ ഈ പ്രാവശ്യം നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ വീഡിയോ ചെയ്ത ടൈമിൽ തന്നെ പെട്ടെന്ന് ഓഫായി പോവായിരുന്നു മൈക്കൊക്കെ. അപ്പം അതൊരു ബുദ്ധിമുട്ടാണ് വീഡിയോയിൽ. അതുകൊണ്ടാണ് നമ്മൾ പ്രാധാന്യം എടുത്ത് പറയുന്നത്. അപ്പോൾ ദയവേത് മനസ്സിലാക്കാം. ഇത്തിരി പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് നമ്മൾ പറയുന്നത്. കാരണം മൈക്ക് ഓഫായി പോവാൻ സൗണ്ട് ഇല്ലാത്തൊരു അവസ്ഥ എന്ന് വെച്ചാൽ വീഡിയോനതൊരു എന്താ പറയുക, കുറച്ച് നമുക്ക് വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ അത്യാവശ്യം സാറ്റിസ്ഫാക്ഷൻ കുറവ് വരും. അപ്പം അതുകൊണ്ടാണ് നമ്മൾക്കത് പറയേണ്ടി വരുന്നത് പ്രാധാന്യത്തോടുകൂടി തന്നെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടാവുന്ന കൂടി നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. 550 എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഈ വീഡിയോയിൽ ക്ലാസ് എടുക്കും. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, എന്നാൽ ഈ വീഡിയോയിൽ നമ്മൾ 550 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ടിക്ക് ചെയ്തേക്കുന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത്, പക്ഷേ ഈ ടിക്ക് ചെയ്തേക്കുന്നത് ഒരുപക്ഷെ തെറ്റ് സംഭവിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒറിജിനൽ പ്രിൻറ്റഡ് ആൻസേഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യണം വീഡിയോയിൽ. ലാസ്റ്റ് ഭാഗത്തും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പ്രിൻറ്റഡ് ആൻസേഴ്സ് ചെക്ക് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ടിക്ക് ചെയ്തേക്കണതിൽ തെറ്റ് വരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ തെറ്റ് വരികയാണെങ്കിൽ ദയവേത് ക്ഷമിക്കണം. നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഒറിജിനൽ പ്രിൻറ്റഡ് ആൻസേഴ്സ് നോക്കാം. ഇത് ഒറിജിനൽ പ്രിൻറ്റഡ് ആൻസേഴ്സ് ആണ്. ഇത് 1 മുതൽ നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ 1 മുതൽ ചെയ്യുന്നത്. ശരിക്കും നമുക്ക് ലാസ്റ്റ് ഭാഗത്തു നിന്നൊക്കെ കൊടുത്താൽ മതി, പക്ഷെ എന്നാലും നമ്മളിതിന് മുന്നൊക്കെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസിനാണെങ്കിലും ഉപകരിക്കും നമ്മൾ ഈ രീതി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെയ്യണമെന്നുള്ളൂ. നമ്മൾ അധികം ടൈം വീഡിയോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ക്യാമറ ക്ലാരിറ്റി പോകും. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പോസ് ചെയ്താലൊക്കെ നിങ്ങൾക്ക് ആൻസേഴ്സ് ചെക്ക് ചെയ്ത് നോക്കാമല്ലോ.
1010 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി പറയാണ്, ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, മിസ്സലേനിയസ് ടോപ്പിക്സ് 550 ക്വസ്റ്റ്യൻ. 550. Match list 1 with list 2. List 1, list 2. A concept of Ardhanarishwara. 1. Bhagavatism. B. Worship of 5 deities. 2. Samaritas. C. Theory of Maybe. 3. Jainism. D. Hero worship. 4. Saivism. Codes. A. A2, B. B1, C. C3, D. D4, B. A4, B. B2, C. C1, D. D3, C. A4, B. B2, C. C3, D. D1, D. A2, B. B4, C. C3, D. D1. Answer C. A4, B. B2, C. C3, D. D1. Answer C. A4, B. B2, C. C3, D. D1. A concept of Ardhanarishwara. 4. Saivism. B. Worship of 5 deities. 2. Samaritas. C. Theory of Maybe. 3. Jainism. D. Hero worship. 1. Bhagavatism. Answer C. A4, B. B2, C. C3, D. D1. A. Concept of Ardhanarishwara. B. 4. Saivism. A. Concept of Ardhanarishwara. 4. Saivism. B. Worship of 5 deities. 2. Samaritas. C. Theory of Maybe. 3. Jainism. D. Hero worship. 1. Bhagavatism. ഒരിക്കൽ കൂടി പറയണം. 550. Match list 1 with list 2. List 1, list 2. A concept of Ardhanarishwara. 1. Bhagavatism. B. Worship of 5 deities. 2. Samaritas. C. Theory of Maybe. 3. Jainism. D. Hero worship. 4. Saivism. Codes. A. A2, B. B1, C. C3, D. D4. B. A4, B. B2, C. C1, D. D3. C. A4, B. B2, C. C3, D. D1. D. A2, B. B4, C. C3, D. D1. Answer C. A4, B. B2, C. C3, D. D1. Answer C. A4, B. B2, C. C3, D. D1. A. Concept of Ardhanarishwara. 4. Saivism. B. Worship of 5 deities. 2. Samaritas. C. Theory of Maybe. 3. Jainism. D. Hero worship. 1. Bhagavatism. (551) Match list 1 with list 2 and choose the answer from the codes given below. List 1, list 2. A. Kakini. A. Land measurement equal to 1.5 acre. 1. Kakini. A. Land measurement equal to 1.5 acre. 2. Pranaya. B. Benevolences. 3. Nivartana. C. Copper coins. 4. Visti. D. Forced labor. Codes A. 1A, 2B, 3C, 4D. B. 1C, 2B, 3A, 4D. C. 1B, 2C, 3A, 4D. D. 1C, 2A, 3B, 4D. Answer C. 1B, 2C, 3A, 4D. Answer C.
1B 2C 3A 4D. 1 Kakini, B benevolences, 2 Pranaya, C copper coins, 3 Nivartana, A land measurement equal to 1.5 acre, 4 Visti, D forced labor. 551. Match list 1 with list 2 and choose the answer from the codes given below. List 1, list 2. 1 Kakini, a land measurement equal to 1.5 acre. 2 Pranaya, B benevolences, 3 Nivartana, C copper coins, 4 Visti, D forced labor. Codes A1, A2, B3, C4D. B1C2B3A4D, C1B2C3A4D, D1C2A3B4D. Answer C 1B2C3A4D. 1 Kakini, B benevolences, 2 Pranaya, C copper coins, 3 Nivartana, a land measurement equal to 1.5 acre. 4 Visti, D forced labor. 552. Match list 1 with list 2 and select the answer from the codes given below. List 1, list 2. 1 Cadayota Patiga. 1 Cadayota Patiga, a chief of the police and a criminal judge. 2 Sadi Virgrahiga. 2 Sandi Virgrahiga, B head of the army. 3 Mahayendan Danayaga. 3 Mahayendan Danayaga, C in charge of military exchequer. 4 Baladigarana. 4 Baladigarana, D superintendent of royal kitchen. D superintendent of royal kitchen. 5 Rana Bandadik Karana. 5 Rana Bandadik Karana. E Minister for Peace and War. Codes A1C2D3E4A 5B, B1A2B3D 4C 5E, C1B2A3C 4E 5E, C1B2A3C 4E VD, D1D2E3A4BVC. Codes A1C2D3E4A5B, B1A2B3D4C5E, C1B2A3C4E VD, D1D2E3A4B5C. Answer D 1D2E3A4B5C. Answer D 1D2E3A4B5C. 1 Cadayo Tapatiga. 1 Cadayo Tapatiga, D superintendent of royal kitchen. 2 Sandhi Virgrahiga. E Minister for Peace and War. E Minister for Peace and War. 3 Mahadandanayaga. 3 Mahadandanayaga. 3 a chief of the police and criminal judge. 4 Baladigarana. 4 Baladigarana, B head of the army. 5 Rana Bandadik Karana. 5 Rana Bandadik Karana, C
in charge of military exchequer. 552. Match list 1 with list 2 and select the answer from the codes given below. List 1, list 2. 1. Tapatiga. 1. Tapatiga, a chief of the police and criminal judge. 2. Sandhi Vigrahiga, be head of the army. 3. Mahadandanayaga, C. In charge of military exchequer. 4. Baladhigarana, the superintendent of royal kitchen. 5. Rana Bandhadik Karana. 5. Rana Bandhadik Karana, E. Minister for Peace and War. Codes A. 1C 2D 3E 4 A 5B B 1A 2B 3D 4C 5E C 1B 2A 3C 4E 5D D 1D 2E 3A 4B 5C. Answer D 1D 2E 3A 4B 5C. 1. Tapatiga. 1. Tapatiga. D. Superintendent of Royal Kitchen. 2. Sandhi Virgrahiga. 2. Sandhi Virgrahiga. E. Minister for Peace and War. 3. Mahadandanayaga. 3. Mahadandanayaga. A. Chief of the Police and Criminal Judge. 4. Baladhigarana. For Baladhigarana. B. Head of the Army. B. Head of the Army. 5. Rana Bandhadik Karana. 5. Rana Bandhadik Karana. C. In charge of military exchequer. പിന്നെ അടുത്തത് 553. 553. Match list 1 with list 2 and select the answer using the codes given below. List 1, list 2. A. Samkhya. 1. Samkhya. 1. Samkhya, a logical view based on dialectics. A logical view based on dialectics. 2. Yoga. B. Experimental view based on sensorial experience. 3. Vaisesiga. 3. Vaisesiga, C. Ritualistic view based on sacred texts. 4. Nyaya. 4. Nyaya. D. Dualistic view based on intellectual knowledge. 5. Vedanta. E. Theistic view based on control of the senses and inner faculties. 6. Mimamsa. F. Speculative view based on metaphysics. 6. Mimamsa. F. Speculative view based on metaphysics. Codes A. 1A 2E 3C 4D 5B 6F. B. 1C 2F 3B 4A BE 6D. C. 1B 2A 3F 4C 5D 6E D 1D 2E 3B 4A 5F 6C. Answer D 1D 2E 3B 4A 5F 6C. 1. Samkhya. 1. Samkhya. D. Dualistic view based on intellectual knowledge. 2. Yoga. E. Theistic view based on control of the senses and inner faculties. 3. Vaisesiga. 3. Vaisesiga. B. Experimental view based on sensorial experience. 4. Nyaya. 4. Nyaya. A. Logical view based on dialectics. 5. Vedanta. Vedanta. F. Speculative view based on metaphysics. 6. Mimamsa.
C. Ritualistic view based on sacred texts. 554. Match list 1 with list 2 and select the answer using the codes given below. List 1 period, list 2 pottery. 1 Chalcolithic, A red wire, 2 Vedic, B black and red wire, 3 pre-Maurya, C painted grey and Maurya wire, 4 pre-Gupta and Gupta ware, D north and black polished, E south and grey. Codes A 1A 2B 3E 4D, B 1C 2D 3E 4A, C 1B 2C 3D 4A, D 1D 2A 3B 4C. Answer C 1B 2C 3D 4A. 1 Chalcolithic, B black and red wire, 2 Vedic, C painted grey and Maurya wire, 3 pre-Maurya, D north and black polished, 4 pre-Gupta and Gupta wire, A red wire. 554. Match list 1 with list 2 and select the answer using the codes given below. List 1 period, list 2 pottery, 1 Chalcolithic, A red wire, 2 Vedic, B black and red wire, 3 pre-Maurya, C painted grey and Maurya wire, 4 pre-Gupta and Gupta wire, D northern black polished, E southern grey. Codes A 1A 2B 3E 4D, B 1C 2D 3E 4A, C 1B 2C 3D 4A, D 1D 2A 3B 4C. Answer C 1B 2C 3D 4A. Answer C 1B 2C 3D 4A. 1 Chalcolithic, B black and red wire, 2 Vedic, C painted grey and Maurya wire, 3 pre-Maurya, D north and black polished, 4 pre-Gupta and Gupta wire, A red wire. Answer C 1B 2C 3D 4A. 1 Chalcolithic, B black and red wire, 2 Vedic, C painted grey and Maurya wire, 3 pre-Maurya, D north and black polished, 4 pre-Gupta and Gupta wire, A red wire. 554. Match list 1 with list 2 and select the answer using the codes given below. List 1 period, list 2 pottery, 1 Chalcolithic, A red wire, 2 Vedic, B black and red wire, 3 pre-Maurya, C painted grey and Maurya wire, 4 pre-Gupta and Gupta wire, D north and black polished, E south and grey. Codes A 1A 2B 3E 4D, B 1C 2D 3E 4A, C 1B 2C 3D 4A, D 1D 2A 3B 4C. Answer C 1B 2C 3D 4A. 1 Chalcolithic, B black and red wire, 2 Vedic, C painted grey and Maurya wire, 3 pre-Maurya, D north and black polished, 4 pre-Gupta and Gupta wire, A red wire. 555. Match list 1 with list 2 and select the answer using the codes given below. List 1, list 2. 1 Devagupta, a ruler of Kamarupa and a close friend of Harsha. 2 Sasanga, the ruler of Malwa who killed Harsha's brother-in-law and in turn was killed by Harsha's brother. 3 Bhaskara Varman, C
the leading noble at Harsha's court. 4. Duvasana 2. Durvasana 2. 4. Durvasana 2. 4. Durvasana 2. The ruler of Gauda, who killed Harsha's brother and was later defeated by Harsha. 5. Bani, a ruler of Vallabhi, who was defeated by Harsha. Chords A1, A2, C3, E4, D, 5B. B1, B2, D3, A4, E5, C. C1, C2, E3, B4, A, 5D. D1, D, 2A, 3C, 4B, 5E. Answer B, 1B, 2D, 3A, 4E, 5C. 1. Devagupta, B. ruler of Malwa, who killed Harsha's brother-in-law and in turn was killed by Harsha's brother. 2. Sasanga, the ruler of Gauda, who killed Harsha's brother and was later defeated by Harsha. 3. Bhaskara Varman, a ruler of Kamaruba and a close friend of Harsha. 4. Durvasana 2, E ruler of Vallabhi, who was defeated by Harsha. 5. Bani, C the leading noble at Harsha's court. 5. Bani, C the leading noble at Harsha's court. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. ഇനി അടുത്തത് 556. Match list 1 with list 2 and select the answer using the codes given below. List 1, list 2. 1. Mangalesa. 1. Mangalesa, a younger brother of Pulakesin II, who appointed him as the viceroy of Vengi. 2. Appaiga. 2. Appaiga, be uncle of Pulakesin II. 3. Vishnuvar, see Koto, poet of Dana Pulakesin II and author of a whole inscription. 4. Revigirti, D. a feudatory chief who rebelled against Pulakesin. E. Pallava ruler killed by Pulakesin II. 556. Match list 1 with list 2 and select the answer using the codes given below. List 1, list 2. 1. Mangalesa, a younger brother of Pulakesin II, who appointed him as the viceroy of Vengi. 2. Appaiga. 2. Appaiga, be uncle of Pulakesin II. 3. Vishnuvar, see court poet of Dana Pulakesin II and author of a whole inscription. 4. Revigirti, D. a feudatory chief who rebelled against Pulakesin. E. Pallava ruler killed by Pulakesin II. 4. Revigirti, D. a feudatory chief who rebelled against Pulakesin. E. Pallava ruler killed by Pulakesin II. A1, B2, A3, E4, C. B1, B2, D3, E4A. C1, A2, C3, B4D. D1, B2, D3A, 3A, 4C. Answer D1, B2, D3A, 4C. Answer D1, B2, D3E, 3A, 4C. 1. Mangalesa, B. Anglo Pulakesin II. 2. Appaiga, D. a feudatory chief who rebelled against Pulakesin. 3. Vishnuvar,
a younger brother of Pulaysin II, who appointed him as the viceroy of Vengi for Rebigirti. C. Court poet of Dana Pulagesin II and author of Aihole inscription. C. Court poet of Dana Pulagesin II and author of Aihole inscription. 557. Match list 1 with list 2 and select the correct answer using the codes given below. List 1, list 2. 1. Earliest mention. A. Aiteria Brahmana of the Asrama system. Aiteria Brahmana of the Asrama system. 2. Initial reference. B. Satabada Brahmana to 3 Asramas. 3. First clear reference. C. Jabalu Upanishad to 4 Asramas. D. Chandogaya Upanishad. Codes A 1B 2D 3A B B 1C 2A 3D C 1A 2D 3C D 1D 3 2B 3C. Answer C 1A 2D 3C. 1. Earliest mention. A. Aitareya Brahmana of the Asrama system. 2. Initial reference. D. Chandogaya Upanishad. 3. First clear reference. C. Jabala Upanishad to 4 Asramas. 557. Match list 1 with list 2 and select the correct answer using the codes given below. List 1, list 2. 1. Earliest mention. A. Aitareya Brahmana of the Asrama system. 2. Initial reference. B. Sattapada Brahmana to 3 Asramas. 3. First clear reference. C. Jabala Upanishad to 4 Asramas. D. Chandogaya Upanishad. Codes A. 1B 2D 3A B 1C 2A 3D C 1A 2D 3C D 1D 2B 3C. Answer C 1A 2D 3C. Answer C 1A 2D 3C. Answer C 1A 2D 3C. 1. Earliest mention. A. Aitareya Brahmana of the Asrama system. A. Aitareya Brahmana of the Asrama system. 2. Initial reference. D. Chandogaya Upanishad. 3. First clear reference. C. Jabala Upanishad to 4 Asramas. 558. Match list 1 with list 2 and select the answer using the codes given below. List 1, list 2. 1. Mayo. A. Shiva. 2. Mayro. B. Sun God. 3. Adsho. C. Moon God. 4. Vado. D. Wind God. B. Oisho. E. Fire God. Codes A. 1B 2D 3A 4E 5C. A. 1B 2D 3A 4E 5C. B. 1C 2B 3E 4D 5A. C. 1D 2C 3B 4A 5E. D. 1A 2E 3C 4B 5D. Answer B. 1C 2B 3E 4D 5A. A. Mayo. C. Moon God. 2. Mayro. B. Sun God. 2. Mayro. B. Sun God. 3. Adsho. 3. Adsho. E. Fire God. 4. Vado. D. Wind God. 5. Oisho. A. Shiva. 5. Oisho. A. Shiva. അപ്പം നമ്മൾ 558 ആണ് പറഞ്ഞത്. നമ്മൾ 558 വെച്ച് അവസാനിപ്പിക്കേണ്ടി വരെയാണ്. ക്യാമറയുടെ ക്ലാരിറ്റി പോയി, അപ്പോൾ ദയവേത് ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ 558 തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്.
നമ്മൾ ഒരിക്കൽ കൂടി പറയുന്നു 558 ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. 559 നമ്മൾ 558 പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, അത് അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള വേർഡ്സ് ഉണ്ട്, അതുകൊണ്ടാണ്. ക്യാമറയുടെ ക്ലാരിറ്റി പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്കൊന്നും കൂടി ഒന്ന് പറയാമായിരുന്നു. അപ്പോൾ 559, 558, 559, 560, 561 ഇങ്ങനത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. എന്നാലും നമ്മൾ അത്യാവശ്യം കുറച്ചൊന്ന് മനസ്സിലാവാൻ വേണ്ടി വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ളൂ. ഫൈവ് 68, നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് ഇത് നമ്മൾ പോവുകയാണ്. എല്ലാം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. എല്ലാവരും ടൈം അത്യാവശ്യം എടുക്കുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാൻ പറ്റില്ല, കാരണം ഇത് ഇത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ഒത്തിരി ടൈം പോകുന്നത്. നമുക്ക് കുറേ കൂടി ക്ലാസ് എടുക്കാമെന്ന് വെച്ചാണ്, പക്ഷേ ഇങ്ങനൊരു അവസ്ഥ ആയതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനായി. ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഒറിജിനൽ പിന്നീട് ആൻസേഴ്സ് ആണ്. നമ്മൾ ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ഇത്രയും നമ്മൾ പറഞ്ഞതിൻ്റെ ഇതിനു മുന്നേ നമ്മൾ ക്ലാസ് എടുത്തതിൻ്റെയൊക്കെ ഒറിജിനൽ പിന്നീട് ആൻസേഴ്സ് ആണ് ഇനി വീഡിയോയിൽ കാണിക്കുന്നത്. നോക്കാം. ഇതാണ് ഒറിജിനൽ പ്രിന്റഡ് ആൻസേഴ്സ്. 1 മുതൽ നമ്മൾ ചെയ്യുന്നുണ്ട് വീഡിയോയിൽ. CCTക്ക് വേണ്ടി നല്ല രീതിയിൽ തന്നെ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ പ്രയോജനപ്പെടുത്തണം. ഈ ക്ലാരിറ്റി കുറവ് ദയവേത് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് നമുക്ക് പറയാനാവുള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും നമുക്ക് ഇത് ചെയ്യാതെ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ 2 പാർട്ടായിട്ട്, ഫസ്റ്റ് പാർട്ട് ലാസ്റ്റ് പാർട്ട് എന്നുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്ത് നോക്കുന്നത്. സോറി.
1010 ക്വസ്റ്റ്യൻസ് വരെ ഉണ്ട്. നമുക്കിത് കുറേ വീഡിയോസൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം എക്സ്പ്ലനേഷൻ അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ. നമ്മുടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ചാപ്റ്റർ 4 ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്, ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൽ മിസ്ലേനിയസ് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. നമ്മളിപ്പോൾ 558 വരെ പറഞ്ഞിട്ടുണ്ട്. 558 ഞാൻ പറഞ്ഞിരുന്നു, അടുത്ത വീഡിയോയിൽ നമ്മൾ പറയും. സ്റ്റാർട്ട് ചെയ്യുന്നത് 558 ആയിരിക്കും. അപ്പം എന്തായാലും നമ്മൾ പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കണം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നല്ലപോലെ വന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ സ്പോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ചിലതൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കണം, പ്രത്യേകം പറയണം. പിന്നെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സിലബസാണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഈ കാര്യം ഒരിക്കലും മറക്കരുത്. പിന്നെ വീഡിയോസിന് ഡ്രോബാക്സ് ഉണ്ടെങ്കിൽ അത് എന്ത് രീതിയിലായിക്കോട്ടെ ഡ്രോബാക്സ്, അതൊക്കെ ദയവേത് ക്ഷമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ദയവായിട്ടുള്ള സഹകരണം ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടില്ല, കുറച്ച് ക്വസ്റ്റ്യൻസേ പറഞ്ഞിട്ടുള്ളൂ. ഒരു ചെറിയൊരു വീഡിയോ ആണ് എന്ന് നമുക്ക് പറയാനാവുള്ളൂ. എന്നിട്ട് ഒരുപാട് വലിയൊരു വീഡിയോ എല്ലാം ചെയ്തേക്കുന്നത്. എന്തായാലും ഈ ക്വസ്റ്റ്യൻസൊക്കെ എന്തായാലും CCTക്ക് വേണ്ടി എന്താ പറയുക, സഹായകരമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ നമുക്ക് പറയണമെന്ന് വെച്ചാൽ നമ്മൾ ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോയും എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. അപ്പോൾ സോങ്സ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തേക്കുന്നത് വീഡിയോ എഡിറ്റർ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഈ സോങ്സ് ഒക്കെയാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണം എന്നുള്ളത് ഒരു വലിയ പ്രത്യേകതയാണ് തന്നെ വീഡിയോസിൻ്റെയൊക്കെ. അപ്പോൾ വളരെ നല്ല വീഡിയോസാണ്, എൻ്റർടൈൻമെൻ്റ് ആണ്, മനസ്സിന് ഫ്രഷ്നെസ് ഒക്കെ തരുന്ന, അതുപോലെ തന്നെ മനസ്സിന് നല്ല കോൺഫിഡൻസ് തരുന്ന വീഡിയോസാണ്. അപ്പോൾ ഹെഡ്ഫോണൊക്കെ വെച്ച് നിങ്ങൾ ഈ വീഡിയോസ് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ലഭിക്കുക. എന്താ പറയുക, നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാനാവില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോസാണ്. നമ്മളിപ്പോൾ ഞാൻ ഈ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ വാച്ച് ചെയ്യണം എന്ന് ഞാൻ അങ്ങനെ അത്ര താല്പര്യം എടുത്ത് പറയുന്നില്ല. കാരണം അതിനേക്കാളൊക്കെ ഒരുപാട് മുന്നിൽ നിൽക്കുന്ന വീഡിയോസാണ്, ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന വീഡിയോസാണ് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസും ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോസും. അത് നിങ്ങൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്തിട്ട് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസും ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോസും വാച്ച് ചെയ്യുക. പിന്നെ നമ്മൾ ഓരോ ടോപ്പിക്സും അതുപോലെ തന്നെ ഓരോ സോങ്ങാണ് യൂസ് ചെയ്തേക്കുന്നത്. പക്ഷേ എഫക്ട്സ് ഡിഫറെൻ്റ് ആണ്. എഫക്ട്സ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താനുള്ള താല്പര്യമുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റാം എഫക്ട്സ് ഒക്കെ, അല്ലെങ്കിൽ ഈ വീഡിയോ എഡിറ്ററിനെ കുറിച്ചും ചിലപ്പോൾ അറിയണമെന്നില്ല. എന്തായാലും ഡിഫറെൻ്റ് എഫക്ട്സ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ സെറ്റ് ചെയ്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്തേക്കുന്നത് യൂട്യൂബിൽ. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ടോപ്പിക്ക്, ഓരോ മ്യൂസിക്, ഡിഫറെൻ്റ് എഫക്ട്സ് വളരെ നല്ല എഫക്ട്സ് ആണ്. ഒരുപാട് രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ചില പേരുകൾ നമുക്കറിയാം, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിബൺ, അതുപോലെ തന്നെ സ്പാർക്ക്, അതുപോലെ തന്നെ സിൽവർ, പിന്നെ കളറ് RGB, പിന്നെ നോയ്സ് 1, നോയ്സ് 2. സോറി, നമ്മുടെ മൈക്ക് ഓഫായി പോയി. നമ്മളൊട്ടും പ്രതീക്ഷിച്ചതല്ല. എനിക്കറിയില്ല, മൈക്ക് എന്തോ കംപ്ലൈൻ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത്, അതുകൊണ്ടാണ് ഓഫായി പോകുന്നത്. നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്നാലും ഓഫായി പോയി.
ദയവേത് ക്ഷമിക്കുക സൗണ്ട് ഇല്ലാത്ത അവസ്ഥയ്ക്ക്. സൗണ്ട് ഇല്ലാതിരിക്കാന്ന് വെച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ക്യാമറയുടെ ക്ലാരിറ്റിയും പോയി. അപ്പോൾ ദയവേത് ക്ഷമിക്കുക. സൗണ്ട് ഇല്ലാത്തൊരു നമ്മൾ പറഞ്ഞതിൽ സൗണ്ട് ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷന് ഉണ്ടെങ്കിൽ നമ്മളെല്ലാ കാര്യങ്ങളും എടുത്ത് പറഞ്ഞു വെച്ചാൽ CSVT ചെയ്തുകൊണ്ടാണ്. എന്തായാലും ദയവേത് സഹകരിക്കണം. നമ്മുടെ വീഡിയോസിലെ മിസ്റ്റേക്കുകൾ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രോബാക്സ് ഒക്കെ, വീഡിയോസിൽ എന്ത് തെറ്റുകൾ വന്നാലും നമ്മൾ സ്പോട്ടിൽ തന്നെ പറയാറുണ്ട്. അതുപോലെ തന്നെ മൈക്ക് ഓഫായി പോകുന്നതാണെങ്കിലും ക്യാമറ ക്ലാരിറ്റി ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഞാൻ പറയാറുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാം തികഞ്ഞൊരു വീഡിയോസ് അല്ല, നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ദയവായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക, അത് മാത്രമേ നമുക്ക് അവസാനമായിട്ട് പറയാനുള്ളൂ. അപ്പം നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാമൊക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ ഫാൻറ്റാസ്റ്റിക് ഡേ ആൻഡ് ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.